നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോ. പ്രാദേശികം. സ്ത്രീകളുടെ ശാരീരിക മാനസിക പ്രത്യുൽപാദന ആരോഗ്യം പ്രാദേശിക ഇടപെടൽ സാധ്യതകൾ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കിലയിൽ ശില്പശാല നടന്നു. വിദഗ്ധരെ പങ്കെടുപ്പിച്ച് 3 ദിനങ്ങളിലായാണ് ശില്പശാല നടന്നത്. 22-ന് ആരംഭിച്ച ശില്പശാല ഇന്ന് അവസാനിച്ചു. ഈ ഒരു മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ, ഇടപെടൽ സാധ്യതകൾ എന്നിവ ശില്പശാലയിൽ ചർച്ച ചെയ്തു. സംസ്ഥാന ഭിന്നശേഷി അവാർഡിന് അപേക്ഷിക്കാം. സംസ്ഥാന ഭിന്നശേഷി അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഭരണകൂടം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റികൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നോമിനേഷനുകൾ സമർപ്പിക്കാം. ഭിന്നശേഷി മേഖലയിൽ 14 വിഭാഗങ്ങളിലായി 31 അവാർഡുകളും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 6 അവാർഡുകളുമാണ് വിതരണം ചെയ്യുന്നത്. അവസാന തീയതി ഓഗസ്റ്റ് 30. കൂടുതൽ വിവരങ്ങൾക്ക് www.swd.kerala.gov.in ലഭിക്കും. ഫോൺ 0487 23 21702. കർഷക അവാർഡിന് അപേക്ഷിക്കാം. കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മികച്ച കർഷകർ, മികച്ച പാടശേഖര സമിതി, വിവിധ മേഖലകളിലെ വ്യക്തികൾ, പത്രപ്രവർത്തകർ, കൃഷി ശാസ്ത്രജ്ഞന്മാർ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് 2023 വർഷത്തെ അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള അവാർഡ്, കാർഷിക ഗവേഷണത്തിനുള്ള MS സ്വാമിനാഥൻ അവാർഡ്, കൃഷി വകുപ്പിന്റെ പ്രത്യേക പദ്ധതികൾ മികവോടെ നടപ്പിലാക്കിയ കൃഷിഭവൻ, കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള അവാർഡ് എന്നീ പുതിയ 4 അവാർഡുകൾ ഉൾപ്പെടെ 45 ഇനങ്ങളിലേക്കാണ് അവാർഡ് ക്ഷണിച്ചിട്ടുള്ളത്. കൃഷിയിടത്തിൻ്റെ ഫോട്ടോകൾ, കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിച്ച ഡിജിറ്റൽ ഡേറ്റ, മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ ഉൾപ്പെടെ ജൂലൈ 25-നകം അടുത്തുള്ള കൃഷിഭവൻ മുഖാന്തരം അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫോമിന് കൂടുതൽ വിവരങ്ങൾക്കും www.karshikakerala.gov.in സന്ദർശിക്കുക. ഓണത്തിന് കുടുംബശ്രീയിൽ നിന്ന് പൂക്കളും വിഷരഹിത പച്ചക്കറികളും ഉറപ്പ്. ഓണക്കനി 2024, നിറപ്പൊലിമ 2024 പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്കളവിട പഞ്ചായത്ത് മാരായമുട്ടം അണമുഖത്ത് അഞ്ജന JLG യൂണിറ്റിന്റെ കൃഷിപ്പാടങ്ങളിൽ വഴുതനയും ജമന്തിയും തൈകൾ നട്ട് പദ്ധതികളുടെ തുടക്കമിട്ട മന്ത്രി ഇത്തവണത്തെ ഓണം കളറാക്കാൻ കുടുംബശ്രീ ഉണ്ടാകുമെന്ന ഉറപ്പും നൽകി. ഓണക്കനി മുഖേന ഈ വർഷം 6000 ഏക്കറിൽ പച്ചക്കറി കൃഷി ചെയ്യുകയും ഇതുവഴി 20,000 അയൽക്കൂട്ടാംഗങ്ങൾക്ക് തൊഴിലവസരം ലഭ്യമാക്കുകയും ചെയ്യും. നിറപ്പൊലിമ പദ്ധതി വഴി 1250 ഏക്കറിൽ പൂ കൃഷി ചെയ്യുകയും 5000 അയൽക്കൂട്ടാംഗങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുകയും ചെയ്യും. CK ഹരീന്ദ്രൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. തൃശൂർ ജില്ലയിലെ നടത്തറ ഗ്രാമപഞ്ചായത്തിലെ പകൽ വീട് ഉദ്ഘാടനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. ഒറ്റപ്പെടലുകളെ അതിജീവിക്കാൻ പകൽ വീടുകൾക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വാർദ്ധക്യം ഒറ്റപ്പെടേണ്ടതല്ല, മറിച്ച് ആഘോഷമാക്കേണ്ടതാണ്. ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യരുടെ കൂടിച്ചേരലുകൾ സാധ്യമാകുന്ന പൊതു ഇടങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പൊതുസമൂഹത്തിൽ അവശത അനുഭവിക്കുന്നതും മറ്റ് വിനോദമാർഗങ്ങളില്ലാത്തതുമായ വയോജനങ്ങൾക്ക് ഒത്തുചേരാനും മാനസിക ഉല്ലാസവും വിജ്ഞാനവും വിനോദവും മെച്ചപ്പെടുത്തുന്നതിനുമാണ് പകൽ വീടുകളുടെ ലക്ഷ്യം. മൂർക്കനിക്കര പകൽ വീട് പരിസരത്ത് നടന്ന പരിപാടിയിൽ നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷയായി. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യപ്രശ്നവുമായി ബന്ധപ്പെട്ട് വിളിച്ച യോഗത്തിലാണ് തീരുമാനം. നഗരത്തിലെ മാലിന്യപ്രശ്നം പരിഹരിക്കുന്ന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനും സുഗമമായ നടത്തിപ്പിനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ വകുപ്പുകൾ ഉപയോഗപ്പെടുത്തും. ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സബ് കളക്ടറെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സ്പെഷ്യൽ ഓഫീസറായി ചുമതലപ്പെടുത്തും. മേജർ ഇറിഗേഷൻ, കോർപ്പറേഷൻ, റെയിൽവേ എന്നീ 3 വിഭാഗങ്ങളുടെയും ഏകോപനം ഉറപ്പാക്കും. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരുത്സാഹപ്പെടുത്താൻ കർശന നടപടിയെടുക്കും. പൊതുനിരത്തിലും ജലാശയത്തിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കും. ആമയിഴഞ്ചാൻ രക്ഷാദൗത്യത്തിൽ സാഹസികമായി പങ്കെടുത്തവരെ, പ്രത്യേകിച്ച് സ്കൂബ ടീമിനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സാംക്രമിക രോഗങ്ങൾ തടയാൻ മാലിന്യ നീക്കം പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ ദിവസവും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം റെയിൽവേ ഉറപ്പുവരുത്തണം. ട്രെയിനുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ആഴ്ചയിലൊരിക്കൽ പരിശോധന നടത്തണം. ഓണത്തിന് ചിപ്സും ശർക്കര വരട്ടിയുമായി കുടുംബശ്രീ സംരംഭകർ. ഓണത്തിന് കേരളത്തിലെ വിവിധ ജില്ലകളിലെ കുടുംബശ്രീ സംരംഭകർ ഉൽപ്പാദിപ്പിക്കുന്ന ചിപ്സും ശർക്കര വരട്ടിയും. പദ്ധതിയുടെ ആദ്യഘട്ടമായി ICAR കൃഷി വിജ്ഞാന കേന്ദ്രവുമായി സമീപിച്ച് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കാർഷിക മേഖലയിലെ കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺമാർക്കും സംരംഭകർക്കുമുള്ള പരിശീലനം സംഘടിപ്പിച്ചു. ആലപ്പുഴയിൽ കായംകുളത്ത് ICAR CPCERI പ്രാദേശിക കേന്ദ്രത്തിലായിരുന്നു പരിശീലനം. ദിനംപ്രതി 50 കിലോഗ്രാമിന് മുകളിൽ ഉൽപ്പാദനം നടത്തുന്ന സംരംഭങ്ങളെയാണ് ആദ്യഘട്ടത്തിൽ ബ്രാൻഡിംഗ് പദ്ധതിയുടെ ഭാഗമാക്കിയിരിക്കുന്നത്.
ഒരേ നിലവാരത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു പരിശീലനം. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് എന്നീ 7 ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 2 വീതം CRPമാർക്കും സംരംഭകർക്കും കൂടി 28 പേർക്കാണ് പരിശീലനം നൽകിയത്. ശേഷിച്ച 7 ജില്ലകളിൽ നിന്നുള്ള 28 പേർക്ക് 29-ാം തീയതിയും പരിശീലനം നൽകും. പരിശീലനം നേടിയവർ ജില്ലകളിലെത്തി മറ്റ് സംരംഭകർക്ക് പരിശീലനം നൽകും. ഓഗസ്റ്റ് പകുതിയോടെ കുടുംബശ്രീ ബ്രാൻഡിൽ ചിപ്സും ശർക്കര വരട്ടിയും പുറത്തിറക്കുകയാണ് ലക്ഷ്യം. കില CSED കൊട്ടാരക്കരയിൽ ബഡ്സ് BRC സ്കൂൾ അധ്യാപകർക്കായി നെറ്റിപ്പട്ടം, പേപ്പർ ബാഗ്, ഫയൽ പാഡ്, ആഭരണം എന്നിവയുടെ നിർമ്മാണത്തിൽ പരിശീലനം സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലയിലെ വിവിധ BRC ബഡ് സ്കൂളുകളിൽ നിന്നായി 46 പരിശീലനാർത്ഥികൾ പങ്കെടുത്തു. പരിശീലനം കില CSED പ്രിൻസിപ്പൽ അയന PN ഉദ്ഘാടനം ചെയ്തു. ലഭിച്ച പരിശീലനം മികച്ചതായിരുന്നുവെന്നും അത് കുട്ടികൾക്ക് പകർന്നു നൽകി അവരുടെ മാനസിക ഉല്ലാസത്തിനോടൊപ്പം ചെറിയ വരുമാനം ലഭ്യമാകുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും പരിശീലന അവലോകന യോഗത്തിൽ അധ്യാപകർ അറിയിച്ചു. ആലപ്പുഴ നഗരസഭയിൽ വാഹന സൗകര്യമില്ലാത്തിടത്ത് ബോട്ടിലൊരുക്കിയ മൃഗാശുപത്രി വീട്ടിലെത്തും. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിലും കുട്ടനാടിന്റെ ഉൾപ്രദേശങ്ങളിലും ബോട്ടിൽ ഒരുക്കിയ മൃഗാശുപത്രി ആവശ്യക്കാരുടെയും കർഷകരുടെയും വീട്ടുപടിക്കലെത്തും. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് മൃഗാശുപത്രി വീട്ടിൽ എത്തുക. വാഹന സൗകര്യമില്ലാത്ത ആലപ്പുഴ നഗരസഭയുടെ കിഴക്കൻ മേഖലകളിലും കുട്ടനാട് മേഖലകളിലും മോട്ടോർ ബോട്ട് വെറ്ററിനറി ഹോസ്പിറ്റൽ സർവീസ് നടത്തി ക്ഷീര കർഷകർക്ക് സേവനം നൽകും. മോട്ടോർ ബോട്ട് വെറ്ററിനറി ഹോസ്പിറ്റലിന്റെ 2024-25 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ ആലപ്പുഴ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MG സതീദേവി അധ്യക്ഷത വഹിച്ചു. പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ് എടുക്കാനുള്ള സൗകര്യം, കൃത്രിമ ബീജദാനത്തിനുള്ള സൗകര്യം തുടങ്ങിയവ ഇതിൽ ഉണ്ടാകും. കൊല്ലം ജില്ലയിലെ നഗരത്തിലൂടെ കടന്നുപോകുന്ന മണിച്ചിത്തോട് മാലിന്യമുക്തമാക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ N ദേവിദാസ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പകർച്ചരോഗ വ്യാപന സാധ്യത ഇല്ലാതാക്കുന്നതിനാണ് മുൻഗണനയെന്ന് ചേംബറിൽ ചേർന്ന യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. തോടിന്റെ കരകളിലും വെള്ളത്തിലേക്കും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന ശിക്ഷാ നടപടി കൈക്കൊള്ളും. ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ നിതാന്തര ജാഗ്രത പാലിക്കണം. മാലിന്യ നീക്കത്തിനുള്ള സംവിധാനവും സജ്ജമാക്കേണ്ടതുണ്ട്. സംരക്ഷണ വേലിയുടെ സാധ്യതകളും പ്രയോജനപ്പെടുത്തണം. തോടിന്റെ സംരക്ഷണത്തിനായി ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കൃത്യതയോടെ പ്രവർത്തിക്കണം. മാലിന്യ നിക്ഷേപം തടയുന്നതിന് തടസ്സമുള്ള ഘട്ടങ്ങളിൽ ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായവും തേടാം. തദ്ദേശ സ്ഥാപന തലത്തിൽ നിരീക്ഷണവും തുടർ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഏകോപനത്തോടെ പ്രവർത്തിക്കുന്നുവെന്ന് നിശ്ചിത ഇടവേളകളിൽ അവലോകനം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സജു, കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി SS സജി, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അപകടകരമായ ബയോമെഡിക്കൽ മാലിന്യം പൊതുസ്ഥലത്ത് വലിച്ചെറിഞ്ഞവരെ കണ്ടെത്താൻ സഹായിച്ച പുന്നയൂർ സെന്റ് ആന്റണീസ് LP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥി ഇബ്രാഹിം നാസിമിന് തൃശൂർ ജില്ലാ ശുചിത്വ മിഷന്റെ ആദരവ്. സ്കൂൾ അസംബ്ലിയിൽ ചേർന്ന ചടങ്ങിൽ ജില്ലാ കോർഡിനേറ്റർ KK മനോജ് മെമന്റോയും മിഷൻ ജീവനക്കാരുടെ സ്നേഹസമ്മാനമായ 2500 രൂപ ക്യാഷ് പ്രൈസും നൽകി. റോഡിൽ ബയോമെഡിക്കൽ മാലിന്യം തള്ളിയ ലാബ് പൂട്ടാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകി. ഒപ്പം 1.5 ലക്ഷം രൂപ പിഴയും ചുമത്തി. കൊല്ലം കോർപ്പറേഷൻ പരിധിയിലുള്ള തെരുവുകൾ പ്രകാശപൂരിതമാക്കുന്നതിന് പദ്ധതിയുമായി കോർപ്പറേഷൻ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭാ പരിധിയിൽ 2540 LED ലൈറ്റുകളാണ് സ്ഥാപിക്കുന്നത്. ഓരോ ഡിവിഷനിലും പുതിയ 46 എണ്ണം വീതമാണ് ഉണ്ടാവുക. കോർപ്പറേഷൻ തല ഉദ്ഘാടനം കച്ചേരി ഡിവിഷനിലെ ലക്ഷ്മീന്ദ്ര ജംഗ്ഷനിൽ മേയർ പ്രസന്ന ഏണസ്റ്റ് നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു അധ്യക്ഷനായി. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റ നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ കാണാം. മനുഷ്യവിസർജ്യം യഥായോഗ്യം സംസ്കരിക്കുന്നത് നാഗരിക ജീവിതത്തിൻ്റെ പുത്തൻ ആവശ്യകതയായി വന്നപ്പോഴാണ് കൽപ്പറ്റ നഗരസഭ യൂണിസെഫിൻ്റെ സാമ്പത്തിക സഹായത്തോടെ വെള്ളാരംകുന്ന് ബയോപാർക്കിനോട് ചേർന്ന് സെപ്റ്റിക് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിച്ചത്. പ്രതിദിനം 10,000 ലിറ്റർ മനുഷ്യവിസർജ്യത്തെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം നഗരസഭയുടെ സെപ്റ്റിക് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനുണ്ട്. ആഫ്രിക്കൻ രാപ്പുളയൻ ഇനത്തിൽപ്പെട്ട മണ്ണിരകളാണ് മാലിന്യ സംസ്കരണത്തിനായി ഉപയോഗിക്കുന്നത്. സംസ്കരണ കേന്ദ്രത്തിൽ നിന്നുള്ള വളം വിപണന സജ്ജമാക്കിയിട്ടുണ്ട്. സെപ്റ്റിക് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ നിന്നും ലഭിക്കുന്ന ട്രീറ്റ് ചെയ്ത ജലം നിലവിൽ ഗാർഡനിംഗ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. മണ്ണും ജലവും മലിനമാകാതെ സംരക്ഷിച്ച് വരും തലമുറയ്ക്ക് കൈമാറുകയെന്ന ചരിത്ര ദൗത്യവുമായി നഗരസഭ ഏറ്റെടുത്ത ഈ പദ്ധതി കേരളത്തിനകത്തും പുറത്തും ഇതിനോടകം ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. ജൈവ മാലിന്യ സംസ്കരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രീകൃത ജൈവ മാലിന്യ സംസ്കരണ കേന്ദ്രം നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് കൽപ്പറ്റ നഗരസഭ. 15,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിലാണ് നഗരസഭയുടെ ജൈവ മാലിന്യ പരിപാലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ബയോപാർക്കിന്റെ ഔപചാരിക ഉദ്ഘാടനം മുൻ കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. ഓർഗാനിക് ഷെഡർ, ഇലക്ട്രിക് കൺവെയർ,
ഷെഡിംഗ് കം പവറൈസർ തുടങ്ങിയ ആധുനിക യന്ത്ര സംവിധാനങ്ങളോടെയാണ് കൽപ്പറ്റ നഗരസഭയുടെ ഹരിത ബയോപാർക്ക് പ്രവർത്തിച്ചു വരുന്നത്. 5 ടൺ സംസ്കരണ ശേഷിയുള്ള ബയോപാർക്കിൽ വിൻഡ്രോ കമ്പോസ്റ്റിംഗ് രീതിയാണ് നടപ്പിലാക്കി വരുന്നത്. നഗരത്തിലെ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും എത്തിക്കുന്ന ജൈവ മാലിന്യത്തെ 50 ദിവസം കൊണ്ട് ജൈവവളമാക്കി മാറ്റുന്നതിന് നഗരസഭയ്ക്ക് കഴിയുന്നു. സുസ്ഥിര മാലിന്യ സംസ്കരണ രംഗത്ത് നാടിൻ്റെ സവിശേഷ ശ്രദ്ധയാകർഷിക്കുകയാണ് കൽപ്പറ്റ നഗരസഭ. 5000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിലുള്ള RRFലേക്ക് ഹരിത കർമ്മസേന അംഗങ്ങൾ എത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തെ തരംതിരിച്ച് ബെയിലിംഗ് യൂണിറ്റിലെത്തിക്കുന്നു. വിവിധങ്ങളായി തരംതിരിച്ച് ബെയിൽ ചെയ്ത പ്ലാസ്റ്റിക് ഏജൻസിക്ക് നഗരസഭ കൈമാറുന്നു. ഇത്തരത്തിൽ പ്ലാസ്റ്റിക് വിപണനത്തിലൂടെ ലഭിക്കുന്ന തുകയും വീടുകളിൽ നിന്ന് ലഭിക്കുന്ന യൂസർ ഫീയുമാണ് ഹരിതകർമ്മ സേനകൾക്ക് ശമ്പളമായി നൽകുന്നത്. ഹരിതമിത്ര ആപ്പ് ഉപയോഗിച്ച് ആധുനിക സംവിധാനങ്ങളോടെ വീടാന്തരം മാലിന്യ ശേഖരണം നടത്തിവരുന്ന ജില്ലയിലെ ആദ്യത്തെ നഗരസഭയാണ് കൽപ്പറ്റ. കൽപ്പറ്റ നഗരസഭയുടെ വീടാന്തര മാലിന്യ ശേഖരണ സംസ്കരണ പ്രവർത്തനങ്ങളുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്നത് 30 പേരടങ്ങുന്ന ഹരിതകർമ്മ സേനാ പ്രവർത്തകരാണ്. നഗരത്തിലെ 28 വാർഡുകളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനയെ 4 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ശരാശരി 700 രൂപയാണ് ഒരു ഹരിതകർമ്മ സേനാംഗത്തിന് ദൈനംദിന വേതനമായി ലഭിക്കുന്നത്. നഗരത്തിലെ ഫ്ളാറ്റുകളിലും വിവിധ റെസിഡൻസ് അസോസിയേഷനുകളിലും ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിലും ഉറവിട മാലിന്യ സംസ്കരണത്തിനായി കൽപ്പറ്റ നഗരസഭ ബയോഗ്യാസ് പ്ലാന്റ്, ബയോബിൻ, പൈപ്പ് കമ്പോസ്റ്റ് എന്നിവ നൽകിയിട്ടുണ്ട്. കൽപ്പറ്റ നഗരസഭയിൽ പിണങ്ങോട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മത്സ്യമാംസ മാർക്കറ്റിൽ പ്രതിദിനം 10,000 ലിറ്റർ സംസ്കരണ ശേഷിയുള്ള എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിലൂടെ മാർക്കറ്റിലെ മലിനജലത്തെ സമയബന്ധിതമായി ട്രീറ്റ് ചെയ്ത് മാർക്കറ്റിൽ തന്നെ പുനരുപയോഗിക്കുന്നതിന് കഴിയുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിയ ODF++ അവാർഡിന് അർഹമായ കേരളത്തിലെ ഒരേയൊരു നഗരസഭയാണ് കൽപ്പറ്റ. ഗവൺമെൻറ് അംഗീകൃത ഏജൻസിയായ കോസ്റ്റ്ഫോഴ്സിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് കൽപ്പറ്റ നഗരസഭ ഗ്യാസ് ക്രിമറ്റോറിയം ആരംഭിച്ചത്. പ്രതിദിനം 3 മൃതദേഹങ്ങൾ വരെ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം നഗരസഭയ്ക്കുണ്ട്. പ്രത്യേകം തൊഴിൽ നൈപുണ്യം നേടിയ നഗരസഭാ ജീവനക്കാരെയാണ് ക്രിമറ്റോറിയത്തിലെ ജോലിക്ക് നിയോഗിച്ചിട്ടുള്ളത്. ആരോഗ്യമേഖലയിൽ പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഇനി. തുമ്പമൺ ഗ്രാമപഞ്ചായത്തിലെ ശയ്യാവലംബികളും നിർധനരുമായ രോഗികൾക്ക് സാന്ത്വന പരിചരണ പദ്ധതി 2011 ഒക്ടോബർ 28 മുതൽ നടത്തിവരികയാണ്. തുമ്പമൺ സാമൂഹ്യാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് അധികാര പരിധിയിലാണെങ്കിലും സാന്ത്വന പരിചരണ പദ്ധതി ഗ്രാമപഞ്ചായത്ത് പരിപൂർണമായും ഏറ്റെടുത്ത് അത്യധികം വിജയപ്രദമായിട്ടാണ് നടത്തിവരുന്നത്. സാന്ത്വന പരിചരണ പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്ത് പിന്നിട്ട നാഴികക്കല്ലുകൾ ഇനി പറയുന്നവയാണ്. ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള എല്ലാ രോഗികൾക്കും ആവശ്യമായ വാട്ടർ ബെഡ്, എയർ ബെഡ്, വീൽ ചെയറുകൾ എന്നിവ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിമിതമായ വിഭവശേഷിയിലും ഗ്രാമപഞ്ചായത്തിൻ്റെ ഓരോ വാർഡിലും ഒരു ആശാപ്രവർത്തക, 3 വാർഡുകൾക്ക് ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തസ്തികയിലുള്ള ഒരു കൺവീനർ എന്നിവരുടെ മേൽനോട്ടത്തിൽ സാംക്രമിക രോഗപ്രതിരോധ നടപടികൾ, സോഴ്സ് റിഡക്ഷൻ ആക്ടിവിറ്റീസ് എന്നിവ കൃത്യമായ ഇടവേളകൾ നടത്തി നമ്മുടെ പ്രദേശത്തെ ലോ റിസ്ക് ഏരിയയാക്കി മാറ്റുന്നതിനും പ്രതിരോധ മരുന്നുകൾ യഥാസമയം നൽകുന്നതിനും കുട്ടികൾക്കും കൗമാരക്കാർക്കും ഗർഭിണികൾക്കും രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളെപ്പറ്റിയും ആരോഗ്യ സംരക്ഷണം ഉതകുന്ന ബോധവൽക്കരണ പരിപാടികളും ലഭ്യമാക്കുന്നതിന് സവിശേഷ ശ്രദ്ധ നൽകി വരുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ പരിപാടിയുടെ ഭാഗമായി പ്രതിമാസം 16 പ്രാവശ്യം വീടുകളിലെത്തി പരിചരണം നൽകുന്നതിനും തുമ്പമൺ CHCയിൽ എല്ലാ വ്യാഴാഴ്ചകളിലും പാലിയേറ്റീവ് OP നടത്തി മരുന്നുകൾ വിതരണം ചെയ്യുന്നുമുണ്ട്. അർഹരായ രോഗികൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം ലഭ്യമാക്കുന്നതിനും പരിചരണ പുരോഗതി വിലയിരുത്തുന്നതിനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി റോണി സത്രയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഗൃഹസന്ദർശനം നടത്തി വിലയിരുത്തുന്നുമുണ്ട്. വിവിധ സംഘടനകൾ, വ്യക്തികൾ എന്നിവരുടെ സഹകരണത്തോടെ ആഹാരം, വസ്ത്രം ലഭ്യമാക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. തുമ്പമൺ ഗ്രാമപഞ്ചായത്ത് സാന്ത്വന പരിചരണ രോഗികളായ എല്ലാവർക്കും കോവിഡ് വാക്സിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കി ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെ വിതരണം ചെയ്തിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ജനങ്ങളുടെ ഉയർന്ന ആരോഗ്യ സാക്ഷരത വിവിധ പദ്ധതികളിൽ ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. പാലിയേറ്റീവ് മാനേജ്മെൻറ്റ് കമ്മിറ്റി യോഗം
ഓരോ 2 മാസം കൂടുമ്പോഴും ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും പഞ്ചായത്ത് ഭരണസമിതി അതീവ ശ്രദ്ധ കാണിക്കാറുണ്ട്. തുമ്പമൺ ഗ്രാമപഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഇല്ലാത്തതിനാൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുമായി ചേർന്ന് അലോപ്പതി ചികിത്സകൾക്കുള്ള നൂതന പദ്ധതികൾക്ക് രൂപം നൽകി വരുന്നു. ഇതിനു പുറമെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി, NHM, ഹോമിയോ ഡിസ്പെൻസറി എന്നിവ മുഖേനയുള്ള പൊതുജന ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ 2021-22 വർഷം പൂർണ്ണമായി തുക ചെലവഴിച്ച് നടപ്പിലാക്കി വരുന്നു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ വിപുലീകരണവും നവീകരണവും ലക്ഷ്യമിട്ട് 2021-22 വാർഷിക പദ്ധതിയിൽ മാത്രം 6 ലക്ഷം രൂപയുടെ ധനവിനിയോഗം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സാന്ത്വന പരിചരണത്തിന് ഗ്രാമപഞ്ചായത്ത് ഏറ്റവും മുൻഗണന നൽകുന്നു എന്നതിൻ്റെ മകുടോദാഹരണമാണ്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. കൈപ്പറമ്പിന്റെ വികസന വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നമസ്കാരം, പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്, ആരോഗ്യ രംഗത്ത് നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതുപോലെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളും എന്തൊക്കെയാണ്? നമ്മൾ നവകേരള നിർമ്മിതിയുടെ ഭാഗമായിട്ട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ പദ്ധതികളും നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അതിന് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളിൽ അത് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം പഞ്ചായത്ത് നിർവഹിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഏറ്റവും മികവ് പുലർത്തിയിട്ടുള്ളത് ആരോഗ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങൾക്കാണ്. കാരണം ഞങ്ങൾക്ക് 2 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സർട്ടിഫിക്കറ്റ് 2021 കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെ 22 നമുക്ക് ജില്ലയിലെ തന്നെ മികച്ച 2ാമത്തെ പഞ്ചായത്ത് എന്നുള്ള ആ ഒരു പുരസ്കാരം, ആർദ്ര കേരള പുരസ്കാരം നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ 2 പുരസ്കാരം ലഭിച്ചതിനും വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫണ്ട് പോകുന്നത് ആരോഗ്യ മേഖലയ്ക്കാണ്. അപ്പോൾ മുണ്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഞങ്ങളുടെ. അവിടെ ആയുർവേദം ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, അലോപ്പതി ഉണ്ട്. ഇത് 3ഉം വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത്. ഈ 4 പഞ്ചായത്തിലുള്ള പേഷ്യൻസാണ് അവിടെ വരുന്നത്. കാരണം മരുന്നിന് ഒരു ക്ഷാമം ഉണ്ടാവാറില്ല. ഞങ്ങൾ മരുന്നിൻ്റെ കാര്യം കഴിച്ചിട്ടേ ബാക്കി ഇവിടെ കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഒന്നും പുറത്തേക്ക് എഴുതരുതെന്നാണ് ഞങ്ങൾ ഡോക്ടർമാർക്ക് കൊടുക്കുന്ന നിർദ്ദേശം. ആയുർവേദ മരുന്നായാലും ഹോമിയോ ആയാലും അലോപ്പതി ആയാലും സഫിഷ്യൻ്റ് ആയിട്ടുള്ള മരുന്ന് ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ പുറത്തേക്ക് എഴുതുമ്പോൾ ഞങ്ങളത് സമ്മതിക്കാറുമില്ല. എത്ര പണം വേണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് തരാമെന്നാണ് പറയാറ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമില്ലാണ്ടാണ് ഡോക്ടേഴ്സ് കാര്യങ്ങൾ നിൽക്കുന്നത്. മാത്രമല്ല അവിടെ പേഷ്യൻസ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 10 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം ചിലവാക്കി അവിടെ ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും അതുപോലെ ഷീറ്റ് ഡ്രസ് വർക്കൊക്കെ നടത്തി നമ്മളത് അവിടെ ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു 10 ലക്ഷത്തോളം രൂപ നമ്മൾ ചിലവഴിച്ച് കുട്ടികളുടെ പാർക്ക്, അതായത് അമ്മമാരെയൊക്കെ കൂടെ വരുന്ന കുട്ടികൾക്ക് അവിടെ കളിക്കാനുള്ള സൗകര്യം മനോഹരമായിട്ടുള്ളൊരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റൂഫൊക്കെ ഇപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ വെയിൽ കൊള്ളാണ്ടൊക്കെ കുട്ടികൾക്ക് ഊഞ്ഞാലാടാനും അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. വളരെയധികം പേഷ്യൻ്റ് ഫ്രണ്ട്ലിയാണ് ഇപ്പോൾ ഒരു സ്ഥലം. അതേപോലെ തന്നെ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ തന്നെ അവിടെ വഴുക്കലുണ്ട്, വണ്ടി പോകുമ്പോൾ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ടൈല് വിരിച്ചിട്ടുണ്ട് കുറേ സ്ഥലത്ത് മുറ്റത്ത്. അപ്പോൾ ആശുപത്രിയുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളുള്ളൂ. നല്ലൊരു ഫണ്ട് നമ്മൾ അതിനായിട്ടാണ് ചിലവഴിക്കുന്നത്. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണമാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല അവിടെ ഹോമിയോൻ്റെ മുകളിൽ, ഹോമിയോ ആശുപത്രിയുടെ മുകളിലായിട്ട് നമ്മൾ അവിടെ ഒരു യോഗ ഹാള്, അത് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് നമ്മൾ യോഗ ഹാള് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നല്ലൊരു ടീച്ചറെയും നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വർഷത്തിലേറെയായിട്ട് ഏകദേശം 1.5 വർഷത്തോളമായി വളരെ നല്ലൊരു ടീച്ചർ ഒരുപാട് ബാച്ചിന് അവിടെ ഇപ്പോൾ യോഗ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ പല മത്സരങ്ങളിലും ഇപ്പോൾ സമ്മാനം നേടിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ല രീതിയിൽ ആരോഗ്യ സംരക്ഷണം ജനങ്ങളുടെ കാര്യത്തിൽ കൈപ്പറമ്പ് പഞ്ചായത്ത് വളരെയേറെ ശ്രദ്ധിക്കുന്ന ഒരു പഞ്ചായത്താണ്. കായിക മേഖലയിൽ നിങ്ങൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കായിക മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 6 ഏക്കർ സ്ഥലം ഇന്ന് പഞ്ചായത്തിന് സ്വന്തമായിട്ടുണ്ട്, പ്ലേ ഗ്രൗണ്ട്. അപ്പോൾ അത് നമുക്ക് മുമ്പ്, അതായത് ഞങ്ങൾ കയറുന്നതിന് മുമ്പുള്ള ഭരണസമിതി ഉള്ളപ്പോൾ നമുക്കത് കായികക്ഷേമ വകുപ്പ്, സംസ്ഥാന സർക്കാരിൻ്റെ കായികക്ഷേമ വകുപ്പിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത്രയും ഭൂമി നമുക്ക് വാങ്ങാനായിട്ട് പറ്റിയത്. അപ്പോൾ അവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം 3.5 കോടി രൂപ ചെലവഴിച്ച് അവിടെ ഒരു ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധമായിട്ട് പല കോർട്ടുകൾ,
ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വോളിബോളിന്, അതുപോലെ ഫുട്ബോളിന്, അതുപോലെ അമ്പെയ്ത്ത്, ഇതിനൊക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള തരം തിരിച്ച് കോർട്ടുകൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഫ്ലോറിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ MLA അത് വന്ന് കാണും. MLA 41 ലക്ഷം രൂപ നമുക്കതിൻ്റെ മേപ്പിൾ ഫ്ലോറിങ് ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു 10 ലക്ഷം രൂപ വെച്ച് ഇതിനോട് ചേർന്ന് തന്നെ അടുക്കളയും അതുപോലെ ഒരു ഡൈനിങ് ഹോളും ചെയ്യാനുള്ള ഒരു ഫണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യും. അതോടുകൂടി ഒരു ഹോസ്റ്റലിൻ്റെ കൂടി നമുക്ക് ഒരു പ്ലാനുണ്ട്. അപ്പോൾ അതിന് MLA സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അവിടെ ഒരു ഹോസ്റ്റൽ കൂടി കുട്ടികൾക്ക് താമസിക്കാൻ വരുന്നവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം കൂടി നമ്മൾ ചെയ്യാനുള്ളൊരു ഉദ്ദേശമുണ്ട്. മാത്രമല്ല, നമ്മൾ വെക്കേഷനിലൊക്കെ കുട്ടികൾക്ക് അവിടെ 10 വയസ്സിനും 17 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് ക്രിക്കറ്റ്, ഫുട്ബോളിൻ്റെ ഒക്കെ കോച്ചിങ് നടത്തുകയാണ്. നമ്മുടെ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ ഫ്രീ ആയിട്ട് കോച്ചിങ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രിക്കറ്റിനും ഫുട്ബോളിനൊക്കെ ഉള്ള നമ്മുടെ കോച്ചുമാരുണ്ട്. ആ കോച്ചുമാർ അവർക്ക് കൃത്യമായിട്ട് അവിടെ കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 ലക്ഷത്തോളം രൂപയ്ക്കാണ് 6000 രൂപ വെച്ചിട്ട് സ്പോർട്സ് കിറ്റ് ഓരോ സ്പോർട്സ് ക്ലബ്ബുകൾക്കും ഈ 2 വർഷം നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ വർഷം നമ്മൾ അത് വിതരണം ചെയ്യും അവർക്ക്. കൂടാതെ തന്നെ സ്പോർട്സിൻ്റെ ഉപകരണങ്ങൾ, കുട്ടികൾക്ക് ഇത് പരിശീലിക്കാനുള്ള ഉപകരണങ്ങൾക്കായിട്ടും നമ്മൾ നല്ലൊരു ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. സ്റ്റേഡിയം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സ്വപ്നം. അതോടെ കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ പരമ്പരാഗത കൃഷിനെ തിരിച്ചു കൊണ്ടുവരാനും അതേപോലെ തന്നെ നമ്മൾ തരിശുഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കി തീർക്കുന്നതിനുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഉൽപ്പാദന മേഖലയിൽ നടന്നിട്ടുണ്ട്. സമഗ്ര നെൽകൃഷി വികസനം, അതേപോലെ തന്നെ സുഭിക്ഷ കേരളം. ഈ സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫലവൃക്ഷ തൈകൾ കൊടുക്കൽ, അതുപോലെ വനിതകൾക്ക് പച്ചക്കറി തോട്ടം, പിന്നെ നമ്മൾ വിത്ത് സൗജന്യമായിട്ട് നമ്മളെല്ലാ കർഷകർക്കും ഇപ്പോൾ ഈ വർഷം തൊട്ട് നമ്മൾ വിത്ത് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കൂലിച്ചെലവിനുള്ള പൈസ നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പിന്നെ ഉൽപ്പാദന രംഗത്ത് നമ്മൾ ഇപ്പോൾ ആട്, കോഴി, പശു ഇതിൻ്റെയൊക്കെ വിതരണം അത് വനിതകൾക്കാണ് നമ്മൾ കൂടുതലും വെച്ചിട്ടുള്ളത്. അതൊക്കെ ആട്, കോഴി, അതുപോലെ പശുവൊക്കെ വനിതകളുടെ ഒരു വിഭാഗം ഘടക പദ്ധതി എന്നുള്ള രീതിയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചക്കറി അടുക്കളത്തോട്ടം, അതേ വനിതകൾക്കുള്ള പച്ചക്കറി തോട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സുഭിക്ഷ കേരളത്തിൻ്റെ ആ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൃഷിഭവനിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല ഉൽപ്പാദന രംഗത്ത് നമ്മൾ എന്താ പറയുക, അതിന് ഉയർച്ച ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു ഫണ്ട് നമ്മൾ സർക്കാർ പറയണ 30% മാത്രമൊന്നല്ല നമ്മൾ മാറ്റിവെക്കുന്നതിന്, അതിലേറെ ഫണ്ട് നമ്മൾ ഉൽപ്പാദന മേഖലയ്ക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നടത്തി വരുന്നത്? ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം തന്നെ അതിദരിദ്രരുടെ കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കണക്കിലെടുത്തത്. അതിദരിദ്രരെ 12 കുടുംബങ്ങളെയാണ് നമ്മൾ അതിദരിദ്രരായിട്ട് നമ്മൾ കണ്ടെത്തിയത്. ഈ 12 കുടുംബങ്ങളുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അതായത് ചില കുടുംബത്തിന് അവർക്ക് നമ്മൾ നോക്കുമ്പോൾ ആധാർ കാർഡ് ഇല്ലാത്ത 2 കുടുംബങ്ങളുണ്ടായിരുന്നു. റേഷൻ കാർഡ് ഇല്ലാത്ത 3 കുടുംബങ്ങളുണ്ടായിരുന്നു ഇതിൽ. പിന്നെ വീട് വിഴാറായിട്ടുള്ള ആളുകൾ, വീട് റിപ്പയർ ആവശ്യമുള്ള ആളുകൾ, വീടേ ഇല്ലാത്ത ഒരു കുടുംബം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മരുന്ന് ആവശ്യമുള്ളവർ, പിന്നെ ഭക്ഷണ സാധനങ്ങൾ, നമ്മളിപ്പോൾ റേഷനിൽ നിന്നൊക്കെ നമുക്ക് ധാന്യങ്ങളെ കിട്ടുള്ളൂ, മറ്റേ പ്രൊവിഷൻസ് അവർക്ക് ആവശ്യമാണ്, ഗ്രോസറി ഐറ്റംസ്, അത് കിട്ടാനായിട്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 12 കുടുംബങ്ങളെ പല കാറ്റഗറി ആയിട്ട് തിരിച്ചു. റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് റേഷൻ കാർഡ് എടുത്തു കൊടുക്കുക, ആധാർ കാർഡ് ഇല്ലാത്തവർക്ക് ആധാർ കാർഡ് എടുത്തു കൊടുക്കുക. ഇതാണ് നമ്മൾ ആദ്യം ചെയ്തത്. അത് വളരെ എളുപ്പം നമുക്ക് സാധിച്ചു. ഈ അതിദരിദ്രർക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സപ്ലൈ ഓഫീസായാലും അതേപോലെ അക്ഷയക്കാരായാലും വളരെയധികം സഹകരിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് അതവർക്ക് സഹായിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ 2 പേർക്ക് പെൻഷൻ ഉണ്ടായിരുന്നില്ല. അവർക്ക് 68ഉം 67ഒക്കെ വയസ്സായിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഈ പെൻഷൻ എങ്ങനെയാണ് അപേക്ഷിക്കുക, ഈ പെൻഷൻ്റെ ഒന്നും അവർക്ക് അറിയില്ല, ആരും അവരെ സമീപിച്ചിട്ടുമില്ല. അപ്പോൾ ഇവർ അതിദരിദ്രരിൽ പെട്ടപ്പോഴാണ് ഞങ്ങൾ ചെന്നിട്ട് ഇവരെ സമീപിക്കുന്നത്, ഇവരെ ആവശ്യം എന്താണെന്നുള്ളത്. അപ്പോൾ അവർക്ക് 2 പേർക്കും ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ട്. ഒരു ഏട്ടനും അനിയനാണ്, 2 പേർക്കും കിട്ടിയിരുന്നില്ല, അതിദരിദ്രരായിരുന്നു, അവർക്ക് പെൻഷൻ കിട്ടുന്നു. 3 പേർക്ക് വീട് ഭാഗികമായിട്ട് വീഴാറായിട്ടുള്ള വീടുകളാണ്, പ്രശ്നമുള്ള വീടുകളാണ്. അപ്പം നമ്മൾ അതിൽ 2 പേർക്ക് 50,000 രൂപ വീതം കൊടുത്തു. അത് ഒരാൾക്ക് 50,000 കൊണ്ട് നിൽക്കില്ല, 1 ലക്ഷം ഉണ്ടെങ്കിലാണ് അവർക്ക് വീട് ശരിയാക്കാൻ പറ്റുള്ളൂ, റിപ്പയറിന് പറ്റുള്ളൂ. 1 ലക്ഷം രൂപ അവർക്ക് അനുവദിച്ചു. പിന്നെ ഒരു അതിദരിദ്ര കുടുംബത്തിലെ ഒരു കുടുംബത്തിൻ്റെ വീട് ഗ്യാസ് പൊട്ടിത്തെറിച്ച് കത്തിപ്പോയതായിരുന്നു. അവർക്ക് വേറൊരു വീടുണ്ടാക്കാൻ സാധിച്ചില്ല എന്നല്ല, ലൈഫിൽ അവർക്ക്
ഉൾപ്പെടുത്താനും അപേക്ഷിക്കാനും പറ്റിയില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ ലൈഫിൽ നിന്നും അവർ ഔട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ വിവരങ്ങളൊക്കെ നമ്മൾ മുകളിലേക്ക് എഴുതി ലൈഫിൽ മുകളിലുള്ള ഓഫീസർക്ക് എഴുതുകയും അപ്പോൾ അവിടുന്ന് നമുക്ക് അനുമതി ലഭിച്ചു. ഇവരെ ലൈഫിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് വീട് കൊടുക്കാൻ പറഞ്ഞിട്ട് നമുക്കതിനുള്ള അനുമതിയും കിട്ടിയിട്ടുണ്ട്. ഈ റിപ്പയറിനുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. പിന്നെ 14-ാം വാർഡിലെ ഒരാൾക്ക് ഇതൊന്നും വേണ്ട, അയാൾക്ക് ആടിനെ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ആടിനെ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിദരിദ്രരെ നമ്മൾ 12 പേരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 8 പേർക്ക് സാമ്പത്തികമായിട്ട് ഏറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം അരിയും സാധനങ്ങളും കിട്ടുകയിലും മറ്റ് പ്രൊവിഷൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച്, അതായത് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ ആളുകളിൽ നിന്ന് എടുക്കുക എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പിന്നെ കളക്ടർ ഒരു ഉത്തരവൊക്കെ വന്നത്. അതായത് നമ്മുടെ പഞ്ചായത്തിലുള്ള അൺഎയ്ഡഡ് സ്കൂളുകളെ വിളിച്ച് ഈ ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട, ഈ ഗ്രോസറി ഐറ്റംസ് വാങ്ങി കൊടുക്കേണ്ട കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സ്കൂളുകളെ അവർ വിളിച്ചിട്ട് ഈ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സൽസബിൽ സ്കൂള്, നമ്മുടെ മുണ്ടൂർ സൽസബിൽ സ്കൂള് നമ്മളെ അപ്രോച്ച് ചെയ്യുകയും അവിടെ എത്ര അതിദരിദ്രരുണ്ടെന്ന് അന്വേഷിക്കുകയും അവർക്ക് 1 വർഷത്തേക്കുള്ള ആ ഗ്രോസറി ഐറ്റംസ് അവർ കുട്ടികൾ തരാമെന്ന് നമ്മളോട് വാഗ്ദാനം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ പോയി ഫസ്റ്റ് ആദ്യം കുട്ടികളുടെ കയ്യിൽ നിന്ന് നമ്മളൊരു മീറ്റിങ്ങൊക്കെ വെച്ച് എല്ലാ കുട്ടികളെയും വിളിച്ചിരുത്തി ഈ അതിദരിദ്ര വിഷയങ്ങളൊക്കെ അവിടെ നമ്മൾ കുട്ടികളോട് അവതരിപ്പിക്കുകയും കുട്ടികളെ എല്ലാ മാസം 1 കൊല്ലക്കാലത്തോളം ഈ അതിദരിദ്രർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ കുട്ടികൾ കൊണ്ടുവരാമെന്ന് ഏൽക്കുകയും ആ മാസത്തെ കിറ്റ് അവർ ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ആ കിറ്റ് അവിടെ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അഡ്രസ്സ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 12 പേരെയും കൃത്യമായിട്ട് എല്ലാ മാസം ആ കുട്ടികളെ, ഈ സൽസബയിലെ കുട്ടികൾ അത് അവർക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇനി 1 വർഷം കഴിഞ്ഞാലാണ് ഇനി അവരൊരു പ്രശ്നം വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ ആളുകൾക്ക് അവരെ ഒരു തൊഴിലില്ലാണ്ട് നടക്കുന്ന ആളുകൾ, ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ട് തൊഴിലില്ലാതെയൊക്കെ നടക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭത്തിൽ അവരെ ഏർപ്പെടുത്തുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഇവിടെ ഒരു വ്യവസായ വകുപ്പിൽ നിന്ന് ഒരു ഇൻറ്റേണിനെ എല്ലാ പഞ്ചായത്തിലും സർക്കാർ നിയമിച്ചിരുന്നു. അപ്പോൾ അത് പ്രകാരം തന്നെ നമ്മുടെ പഞ്ചായത്തിലേക്ക് ഒരു ഇൻറ്റേണിന് കിട്ടി. രാഹുൽ എന്നായിരുന്ന ഇൻറ്റേണിൻ്റെ പേര്. അപ്പോൾ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. അത് വളരെ എന്താ പറയുക, ഹാർഡ് വർക്കിംഗ് തന്നെയായിരുന്നു. അവൻ ഇങ്ങനെ ഉള്ള ആളുകളെ, അതായത് എന്തെങ്കിലും ഒരു തൊഴിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ തന്നെ കണ്ടെത്തി ആശയങ്ങളടക്കം അവർക്ക് പ്രദാനം ചെയ്തു. പൈസ ഇല്ല എന്ന് മാത്രമല്ല, ആശയം പോലും ഇല്ലാത്ത ആളുകളായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിളിച്ചു കൂട്ടിയിട്ട് ഒരു വലിയ മീറ്റിംഗ് ഇവിടെ മുകളിൽ നടക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. അപ്പോൾ നമ്മളത് ബാങ്കിലുള്ളവരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എങ്ങനെ ബാങ്കിന് എങ്ങനെ ഇവർക്ക് വായ്പ കൊടുത്ത് സഹായിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് ബാങ്ക് മാനേജർമാരെയും ഒക്കെ നമ്മൾ ഈ പഞ്ചായത്തിൽ വരുത്തിയിരുന്നു. അത് പ്രകാരം നമുക്ക് ഓരോരുത്തരോടും അവരെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെന്ത് സംരംഭമാണ് അവർ തുടങ്ങുന്നത്, അപ്പോൾ അതിനനുസൃതമായിട്ട് എത്ര രൂപ ഇവർക്ക് വായ്പയായിട്ട് വേണം എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇവരോട് ആദ്യം എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ ഒരു ഉദ്യമം വളരെ സമർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ട് 10 മാസം കൊണ്ട് 158 സംരംഭം കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ തുടങ്ങാനായിട്ട് സാധിച്ചു. അത് വളരെ വലിയൊരു വിജയമായിരുന്നു. കാരണം ജില്ലാ പഞ്ചായത്തിൽ ഞങ്ങളായിരുന്നു ഈ ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ ഒന്നാമതായത് നമ്മുടെ കൈപ്പറമ്പ് പഞ്ചായത്തായിരുന്നു. കാരണം 12 മാസം കൊണ്ട് 156 സംരംഭം തുടങ്ങാനായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്, എല്ലാവർക്കും കിട്ടിയ ഇൻസ്ട്രക്ഷൻ. പക്ഷേ 10 മാസം കൊണ്ട് തന്നെ 158 സംരംഭം പൂർത്തിയാക്കി. അതിൻ്റെയൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജില്ലയിലെ തന്നെ ഒന്നാമത്തെ ഈ ഒരു സംരംഭക രംഗത്ത് 1-ാം സ്ഥാനം നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു. പിന്നെ നമ്മൾ കോഴി, ആട് ഇതൊക്കെ അവർക്കൊരു തൊഴിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഈ കോഴികളെ കൊടുക്കുന്നത്, ആടിനെ അവർക്കിപ്പോൾ മുട്ടക്കോഴി വെച്ചാൽ വീട്ടിലെ ആവശ്യത്തിന് കഴിച്ചുള്ളത് ആകുമ്പോൾ അവർക്കത് വിൽക്കാം. നമ്മൾ 5 കോഴി, പെടക്കോഴി, ഒരു ചാത്തൻ കോഴിയായിട്ടാണ്. നമ്മളൊരു പൈസ പോലും വാങ്ങുന്നില്ല. അത് ഗുണഭോക്തൃ വിഹിതമല്ലാതെ സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. അത് ഒരുപാട് പേർക്ക് അതൊരു വരുമാന മാർഗം, കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കാൻ മാത്രമല്ല പൈസ, ഇവർക്ക് വരുമാന മാർഗമായിട്ടും അവർക്കിപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് 3 കൊല്ലം അത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സംരംഭം എന്നുള്ള നിലയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആട്ടുംകൂട്, കോഴിക്കൂടൊക്കെ നമ്മുടെ തൊഴിലുറപ്പേര് ആ ഒരു വിഭാഗത്തിൽ നിന്ന് അവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഷോപ്പ് വിറ്റ്, കമ്പോസ്റ്റ് വിറ്റ്, ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പോൾ ലൈഫ് ഇന്ത്യ ആണെന്ന് വെച്ചാൽ നമ്മൾ 45 പേർക്കാണ് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചത്. അതിലിപ്പോൾ ഒരു 15 ആളുടെ വീട് പണി പൂർത്തിയായിട്ടുണ്ട്. അതിലെല്ലാവർക്കും തന്നെ നമുക്ക് കംപ്ലീറ്റ് 4 ലക്ഷം രൂപ കംപ്ലീറ്റ് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ SC-കളുടെ ആയാലും നമ്മളൊരു 25 പേർക്കാണ് SC-കളെ എഗ്രിമെൻറ്റ് വെച്ചിട്ടുള്ളത്. അതിലൊരു 5 പേരുടെ പണി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്.
നമുക്ക് ഇനിയിപ്പോൾ കൊടുക്കാൻ അവർ അത് പൂർത്തിയാവുന്ന മുറയ്ക്ക് നമുക്ക് പൈസ കൊടുക്കാൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈഫിൻ്റെ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ടും സംരക്ഷണത്തിന് വേണ്ടിയിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് പഞ്ചായത്ത് ശ്രദ്ധിച്ചിട്ടുള്ളത്? നമ്മളിപ്പോൾ സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ വനിതാ ഘടക പദ്ധതികൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുട്ടക്കോഴി, ആടിന് വിതരണം, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം, പച്ചക്കറി തോട്ടം, ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മളൊരു വനിതാ ഘടക പദ്ധതി എന്നുള്ള നിലയിൽ ഇവർക്ക് വെച്ചിട്ടുള്ളത്. പിന്നെ യോഗ ഹാളുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വെയ്റ്റ് ലിഫ്റ്റിംഗ് സെൻറ്റർ നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറിയുടെ മുകളിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ജില്ലാ പഞ്ചായത്തിൻ്റെയാണ്. അതിൻ്റെ ഉപകരണങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെയാണ്. സ്ഥലം നമ്മൾ കൊടുത്തെന്ന് മാത്രം. അപ്പോൾ അത് സ്ത്രീകൾക്കായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. യോഗ സ്ത്രീകൾക്കായിട്ട് നമ്മൾ യോഗ അവരുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ വരുമാനം ലഭിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറിയ സംരംഭങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അതിനുള്ള 2 പേര് കൂടി ചേർന്നിട്ട് നടത്തുന്ന സംരംഭങ്ങൾ, അത് സബ്സിഡി നിരക്കിൽ നമ്മൾ പദ്ധതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് മിനിമം 2 പേരുണ്ടാവണം ആ സംരംഭത്തിന്. ഒന്നിലേറെ പേര് കൂടി ചേർന്ന സംരംഭം. അത് 75%, 80% സബ്സിഡി കൊടുത്തിട്ട് നമ്മൾ അവരെ സംരംഭത്തിന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പദ്ധതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അത്തരം പദ്ധതികൾ. ടൂറിസം മേഖലയിൽ എന്തൊക്കെ സാധ്യതകളാണ് നിലവിൽ ഈ പഞ്ചായത്തിലുള്ളത്? ടൂറിസം മേഖലയിൽ നമുക്ക് വലിയ സാധ്യതകളില്ലാത്ത ഈ ഡെസ്റ്റിനേഷൻ ചലഞ്ചിൻ്റെയൊക്കെ കടലാസ് ഞങ്ങൾക്ക് വരികയുണ്ടായി. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സെൻറ്റർ, ഇപ്പോൾ ഈ അടാട്ടിനൊക്കെ ഉള്ള പോലെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സെൻറ്റർ പറയാനില്ല. അപ്പം ഞങ്ങളത് ഈ MLA യുടെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾക്ക് ഇങ്ങനെ MLA ഇപ്പോൾ അത് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ഒരു 1 ഡേ ടൂറിസം പാക്കേജ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. അതായത് വാഴാനിയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വെളങ്ങുംകുന്നിൽ അവസാനിക്കുന്ന രീതിയിൽ രാത്രി അവിടെ വന്നിട്ട് സൂര്യാസ്തമയം കണ്ട് മടങ്ങുന്ന രീതിയിൽ ഉള്ള ഒരു പാക്കേജാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ പഞ്ചായത്തിലും ടൂറിസ്റ്റ് സെൻറ്റേഴ്സിലൂടെ കടന്നു പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടൂറിസ്റ്റ് സെൻറ്ററിനുള്ളൊരു സാധ്യത അവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ MLA പറഞ്ഞിട്ടുള്ളത് നമ്മൾ കോൾ മേഖല, കോള് കാണാത്ത ആളുകളുണ്ടാവും. അപ്പോൾ ഇവിടെ കോളുണ്ട്, മുണ്ടൂർ കോളുണ്ട്, ഇവിടെ കോൾപ്പടവ്. അപ്പോൾ അത് നമുക്കൊരു ടൂറിസം മേഖലയായിട്ട് വികസിപ്പിക്കാം. കാരണം ഇത് നെൽപ്പാടങ്ങളും കോളൊന്നും കാണാത്ത, എന്താ കോള് എന്ന് അറിയാത്ത ആളുകൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങളുടെ ഒരു സാധ്യത, ഇങ്ങനെ ഒരു സാധ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഗ്രാമം മാലിന്യമുക്തമായും മനോഹരമായിട്ടും സൂക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടത്തി വരുന്നത്? പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് നമ്മളിപ്പോൾ ഒരു മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് നമ്മളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ പദ്ധതികളിൽ വെച്ച് ഏറ്റവും നല്ല പദ്ധതി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ മാലിന്യ വിമുക്തമാക്കുക, ഒരു ക്ലീൻ കേരള ഉണ്ടാക്കുക, അതേപോലെ തന്നെ ഈ അതിദരിദ്രരെ കണ്ടെത്തി അത് നിർമ്മാർജ്ജനം ചെയ്യുക. ഇതൊക്കെ സർക്കാരിൻ്റെ ഏറ്റവും എന്താ പറയുക, ഇത്ര ടോപ്പ് പരിപാടികളാണ്. അപ്പോൾ ഞങ്ങൾ അതായിട്ട് വളരെയധികം സഹകരിച്ച് നമ്മൾ ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ MCF പണിയ 2020-21 നമ്മളൊരു 37 ലക്ഷം ചിലവഴിച്ചിട്ട് നമ്മൾ ഈ MCF പണിതിട്ടുണ്ട് 4-ാം വാർഡിൽ. അപ്പോൾ അവിടെ നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ കൺസോർഷ്യം രൂപീകരിച്ച് ഹരിതകർമ്മസേന വാതിൽപ്പടി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ 21 പേരാണ് ഇപ്പോൾ ഇതിലുള്ളത്. 16 പേരാണ് സജീവമായിട്ട് രംഗത്തുള്ള ഹരിതകർമ്മസേന അംഗങ്ങൾ. അപ്പോൾ അവർ വീടുകൾ തോറും അജൈവ മാലിന്യം ശേഖരിച്ചുകൊണ്ട് ആ മാലിന്യം MCFൽ എത്തിച്ച്, മിനി MCF എല്ലാ വാർഡിലും നമ്മൾ പണിതിട്ടുണ്ട്. എല്ലാ വാർഡിലും മിനി MCF ഉണ്ട്. ആ മിനി MCFൽ അത് കൊണ്ടുവച്ച് പിന്നീട് മിനി MCFൽ നിന്ന് ഇത് കളക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ മോക്ഷാലയത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്, തൊട്ടടുത്ത പറമ്പിലാണ് നമ്മുടെ MCF സ്ഥാപിച്ചിട്ടുള്ളത്. അവിടെ സോർട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അതിൻ്റെ സോർട്ടിങ് ടേബിളും ബെയിലിംഗ് മെഷീനും ഒക്കെ നമുക്ക് ഇപ്പോൾ അടുത്ത് തന്നെയാവും. അത് ഇപ്പോൾ അടുത്ത് നമ്മൾ അതിൻ്റെ ടെൻഡർ വിളിച്ചിട്ടുണ്ട് ബെയിലിംഗ് മെഷീൻ്റെ. കാരണം ചാക്ക് വാങ്ങിച്ച് ഒരുപാട് പൈസ പോകും ഞങ്ങളുടെ. അപ്പോൾ ബെയിലിംഗ് മെഷീനെ കൊണ്ടുവരികയാണെങ്കിൽ ഇത്രയധികം ചാക്ക് നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ ബെയിലിംഗ് മെഷീനുള്ള ഫണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ ഹെൽത്തായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രോജക്റ്റ് ഇപ്പോൾ നമ്മളടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രോജക്റ്റ് ക്യാമറയായിട്ടും ഇൻസിനേറ്ററായിട്ടും അതേപോലെ തന്നെ ബെയിലിംഗ് മെഷീൻ. പിന്നെ നമ്മുടെ ഓൺ ഫണ്ട് എടുത്തിട്ടാണ്, നമുക്ക് പ്രശ്നമില്ല. അതിൻ്റെ ടെൻഡർ ആയി കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ അയാൾ കൊണ്ടുവന്ന് അവിടെ സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇത് സോർട്ട് ചെയ്തിട്ട് നമ്മളത് ക്ലീൻ കേരളയ്ക്ക് പലതരത്തിൽ തിരിച്ചിട്ട് 5-6 ഐറ്റംസായിട്ട് തിരിച്ചിട്ട് നമ്മൾ ക്ലീൻ കേരളയ്ക്ക് ഇപ്പോൾ കൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഹരിതകർമ്മസേനയ്ക്ക് 600 രൂപ വരെയാണ് ഇപ്പോൾ ഈ മാസം കൂലി എത്തിയിട്ടുള്ളത്. നമ്മൾ വളരെ മോശമായിട്ട് കിടന്നിരുന്നതാണ്.
ഇപ്പോൾ അതിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഒരു 2.25 ലക്ഷത്തോളം നമുക്ക് കളക്ഷൻ വാതിൽപ്പടി സേവനത്തിൻ്റെ കളക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും സഹകരിക്കാത്ത വീടുകളുണ്ട്. അതായത് നമ്മൾ ഇത്രയൊക്കെ നമ്മൾ പ്രചാരം ഇതിന് കൊടുത്തിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്തുണ്ടാ വെച്ചാൽ ഞങ്ങളുടെ ഒരാൾ അതായത് ഈ QR കോഡ് കീറിക്കളഞ്ഞ ആളുടെ ആ കീറിക്കളയുമ്പോൾ ഫോട്ടോ എടുത്തതിന് നമ്മുടെ ഹരിതകർമ്മസേനേനെ വളരെയധികം ആക്ഷേപിക്കുകയും ഞങ്ങളത് കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ആ കേസ് നിലവിലുണ്ട്. ഇവരെ കയ്യിൽ നിന്ന് ആ ഫോണ് പിടിച്ചു വാങ്ങി. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴും ഹരിതകർമ്മസേന ഇപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് പറയുകയാണ്. നമ്മൾ ഇത്രയൊക്കെ ജനങ്ങളെ വെയർ ചെയ്തിട്ടും പലരും ഇതിലേക്ക് എത്തുന്നില്ല. ഈ 50 രൂപ തരുന്നതിന് വൈമുഖ്യം കാണിക്കുന്നുണ്ട്. അതാണ് പ്രധാനം. അപ്പം ഞങ്ങളുടെ വീടുകളിൽ പ്ലാസ്റ്റിക് ഇല്ല എന്ന് പറയുകയാണ്. ഇപ്പം നമുക്കിവിടെ 10,802 വീടുകളുണ്ട് ഈ പഞ്ചായത്തിൽ. 2,136 കടകളുമുണ്ട്. ഇതിൽ 9,532 വീടുകളിലാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കയറിയത്. ഇവിടുന്ന് ഈ വീടുകളിൽ നിന്ന് 3,977 വീടുകളിൽ നിന്നാണ് നമുക്ക് യൂസർ ഫീ കിട്ടിയുള്ളൂ. 9,532 വീട്ടിൽ ഞങ്ങളുടെ ഹരിതകർമ്മസേന കയറി. എന്നിട്ട് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പകുതി വീടുകളിൽ നിന്ന് പോലും നമുക്ക് യൂസർ ഫീ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് എവിടെ നോക്കിയാലും നമ്മളിതാണ്. TV തുറന്നാലും പത്രം തുറന്നാലും ഒക്കെ ഈ ഒരു പദ്ധതിയോട് ജനങ്ങൾ സഹകരിച്ചാൽ മാത്രമേ ഈ പദ്ധതി വിജയിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ജനങ്ങളിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയണേ. ഞങ്ങളുടെ കളക്ഷൻ പറയണമെങ്കിൽ 34.63% യൂസർ ഫീ കളക്ഷൻ ഉള്ളൂ. അത് വളരെ മോശമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. കാരണം ഒരു 50% എങ്കിലും എത്തിക്കാനുള്ള വളരെ ശ്രമത്തിലാണ് ഞങ്ങൾ. അപ്പോൾ അതിനിടയ്ക്കാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഹരിതകർമ്മസേനയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത്തരം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം അപ്രോച്ച് നമ്മളത് സഹകരിക്കില്ല എന്ന് മാത്രമല്ല, അവരെ ആക്രമിക്കാനും അവർക്കെതിരായിട്ടും ഒക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ ഇതിനെ ബാധിക്കുന്ന നമ്മുടെ ഈ പ്രോജക്റ്റിനെ ഈ പദ്ധതിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെ നമ്മളത് ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെന്തായാലും ഈ മാസത്തിൽ തന്നെ നമ്മുടെ എല്ലാ വാർഡും നമ്മൾ മാലിന്യമുക്ത വാർഡായിട്ട് പ്രഖ്യാപിക്കാനുള്ള പരിപാടിയാണ്. ഈ ഒരു മാസം നമ്മളെല്ലാവരും തന്നെ ഓരോ മെമ്പർമാരും തന്നിട്ടുണ്ട്. അവരെ വാർഡ് മാലിന്യമുക്ത വാർഡാക്കി പ്രഖ്യാപിക്കേണ്ട ഡേറ്റ് നമ്മൾ അവരൊക്കെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ മാസം തന്നെ അതിനുള്ള ജനുവരി 26-ന് മുമ്പ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞു 1-2 ഘട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാലിന്യ കൂമ്പാരങ്ങൾ നമുക്ക് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഡം സൈറ്റുകളൊക്കെ നമ്മൾ നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ ജലാശയങ്ങൾ നമ്മൾ ഒരുപാട് ജലാശയങ്ങൾ ഇപ്പോൾ കണക്ക് ഞാൻ എടുത്തിട്ടില്ല. പല കുളങ്ങളും ജലാശയങ്ങളും നമ്മൾ വൃത്തിയാക്കിയിട്ട് ഇപ്പോൾ അവിടെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം അവിടെ ഒഴുകുന്നുണ്ട്. ചണ്ടി നിറഞ്ഞെടുക്കുന്ന പല കുളങ്ങളും നമ്മൾ ഈ ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതൊക്കെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഡം സൈറ്റ് ഇല്ല. പിന്നെ നമ്മൾ ഫൈൻ തന്നെ ഇപ്പോൾ സെക്രട്ടറിയോട് ചോദിച്ചറിയാം എത്ര രൂപ ഫൈൻ ഇട്ടുണ്ട്. കുറേ നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നവരെ അടുത്ത് നമ്മൾ പോയി അതിൻ്റെ ഫോട്ടോ ഒക്കെ ആളുകൾ അയച്ചു തരുന്നുണ്ട്. കുറേ പേർക്ക് നമ്മൾ ഫൈൻ ഇട്ടുണ്ട്. കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പണ്ടത്തെ വൃത്തിയേട് ഇപ്പോൾ റോഡുകളിൽ നോക്കുമ്പോൾ ഉണ്ടാവില്ല. നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ചെറിയൊരു പ്രവർത്തനം മതി. വാർഡിന് മാലിന്യം കുറേ പ്രവൃത്തി ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കാര്യം ഈ മാസം ഞങ്ങൾ പ്രവൃത്തി ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ കുറേ ചെയ്തു വെച്ചവരാണ് വാർഡുകളിൽ ഈ പ്രവർത്തനങ്ങൾ. അപ്പോൾ അത് ഇനി വളരെ ഈസിയായിട്ട് ഞങ്ങൾക്ക് നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്തിന്റെ നിലവിലെ അവസ്ഥ വെച്ച് ഇനി ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും വികസനം ആവശ്യമായിട്ടുള്ളത്? നമുക്ക് പറയണെച്ചെങ്കിൽ ഈ വികസനം കൂടുതലായിട്ട് ആവശ്യം വരുന്നത് നമ്മൾ ഈ തൊഴിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ അതിദരിദ്രരെ നമ്മൾ കണ്ടെത്തിയപ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് അതിശയമായിട്ട് തോന്നണത്. 68-69 വയസ്സായിട്ട് അവർക്കൊരു പെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ പെൻഷൻ കിട്ടുമെന്നുള്ളൊരു വിവരമില്ലായ്മ. അതും അവർക്കാരും അത് പറഞ്ഞു കൊടുക്കാനും ബന്ധുക്കളോ അല്ലെങ്കിൽ ആരും അവരുടെ അടുത്ത് ചെന്നിട്ടില്ല അങ്ങനെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ അങ്ങനെ എന്താ പറയുക അശരണരായിട്ടുള്ള ആളുകൾ, നിരാലംബരായിട്ടുള്ള ആളുകൾ അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നത് ഈ അതിദരിദ്രരെ അന്വേഷിച്ചുള്ള ആ യാത്രയിലാണ് ഇവരെ കണ്ടെത്തിയത്. ഇതേപോലെ തന്നെ നമുക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാത്ത ആളുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ പറ്റി ഒരു കുടുംബത്തിൻ്റെ ഏക വരുമാനം അയാളായിരിക്കും. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് അങ്ങൊരു കിടപ്പിലായി കഴിഞ്ഞാൽ ഭാര്യ ഇങ്ങോരെ ശുശ്രൂഷിക്കുക പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഭാര്യ ഇങ്ങോരെ ശുശ്രൂഷിക്കാനായിട്ട് ഭാര്യ അവിടെ പുറത്തൊന്നും പോവാതെ അവർക്ക് പോകാൻ പറ്റുന്നില്ല ഇയാളെ ശുശ്രൂഷിക്കാനായിട്ട്. ഇയാൾക്കാണെങ്കിൽ 60 വയസ്സായിട്ടും ഉണ്ടാവില്ല.
ഒരു പെൻഷന് നമ്മൾ എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ 60 വയസ്സായി ഉണ്ടാവില്ല. അയാൾക്കൊരു കട്ടിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് 60 വയസ്സായി ഉണ്ടാവില്ല. നമ്മളൊരു കട്ടിൽ കൊടുക്കുന്നത് 60 വയസ്സ് അയാൾക്കാണ്. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായതാണ് ഞാൻ പറയുന്നത്. ഒരു കട്ടിൽ പോലും അയാൾക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ 60 വയസ്സായിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ അത് പെൻഷനോ ഇതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുടുംബങ്ങളെ കൂടി നമ്മൾ കണ്ടെത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ ഇതേപോലെ ഈ അതിദരിദ്രരായിട്ടുള്ള ആളുകളിൽ കൂടി ഉൾപ്പെടുത്താവുന്ന രീതിയിൽ ഒരു തൊഴിൽ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ തൊഴിൽ രംഗം തന്നെയാണ് ഇപ്പോഴും പിന്നോക്കമായിട്ട് നിൽക്കുന്നത് തോന്നുന്നത്. ഇപ്പോൾ ഈ ടൂറിസമൊക്കെ വികസിക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കും. ഇവിടെ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ സാധ്യത കുറവാണ്. ഈ തൊഴിലില്ലായ്മയ്ക്ക് ഇപ്പോഴും ഒരുപാട് പേര് തൊഴിലില്ലാതെ നടക്കുന്നുണ്ട്. അവരെ കണ്ടെത്തിയിട്ട് തൊഴിൽ കൊടുക്കാനുള്ളൊരു സംവിധാനം പഞ്ചായത്ത് ഉണ്ടാക്കുക, ഒരു വരുമാനം വീട്ടിലേക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഒരു പ്രാദേശിക സാമ്പത്തിക വികസനം സാധ്യമാകുന്ന രീതിയിൽ പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ വികസനത്തിൻ്റെ അടുത്ത വഴി. കാരണം നമ്മളിപ്പോൾ റോഡും പാലം കിണറും കനാലുകളും കാനിയും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. BMBC മോഡലിലും അതേപോലെ തന്നെ ടൈല് വിരിച്ചിട്ടുള്ള റോഡുകളൊക്കെ ഈ കുഗ്രാമങ്ങളിൽ പോലും നമ്മൾ കാണുന്നത് അത്തരം റോഡുകളാണ്. അപ്പോൾ ആ രംഗത്തൊക്കെ വികസനം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വികസനം വരാനിരിക്കുന്നത് ഈ തൊഴിൽ രംഗത്ത് തന്നെയാണ്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി സ്റ്റാർട്ടപ്പുകളും ഒക്കെ വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യവസായ പാർക്കൊക്കെ വന്നാൽ ആ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ കുറേ പേർക്ക് ജോലി കിട്ടും. ഇപ്പോൾ പുഴയ്ക്കലൊക്കെ വ്യവസായ പാർക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണല്ലോ. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. ആ ഒരു രീതിയിൽ വികസനം തന്നെയാണ് നമുക്ക് വേണ്ടത് ഇനി. അപ്പോൾ നന്ദി, ഇത്രയും നേരം നന്ദി, നമസ്കാരം. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.